ഹലോ. ഹലോ, പിന്നെ വിളിച്ചില്ല? വിളിക്കാന് മാർച്ചൊക്കെ അല്ലേ? ആണില്ല. ശരി. അത് ശരി. പറയൂ. ഓ, പിന്നെ പുതിയ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് കാര്യം. സംസാരിക്കുക. നമ്മൾ ഇനി അടിമത്തം ഇനി സംസാരിക്കുന്നതിൽ അർത്ഥമല്ല, അതുകൊണ്ടാണ്. എന്ത്? അല്ല, നമ്മള് തെളിവുകളും കാര്യങ്ങളും വെച്ചിട്ടല്ലാതെ ആ നമ്മൾ ആഗ്രഹ ചിന്തയിൽ അധിഷ്ഠിതമായിട്ട് ആശയവിനിമയം നടക്കൂലല്ലോ. അല്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയ കാര്യങ്ങളല്ലേ? അല്ല, പെർഫെക്റ്റ് ആണ് കാര്യങ്ങൾ, പെർഫെക്റ്റ് ആയിട്ട് കാര്യമില്ല. നിങ്ങൾ ആഗ്രഹം മാത്രമല്ല, ഗ്രന്ഥത്തിലും ഒരിക്കലും യഥാർത്ഥത്തിലുള്ളതും അങ്ങനെയല്ലല്ലോ. അല്ല. നമ്മൾ ഇസ്ലാമിനെ സംസാരിക്കുമ്പോൾ ആ ആ ഇസ്ലാമിന്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ ആ എന്ന് പൊതുവിൽ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്ന ആ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയേ ഉള്ളൂ. ആ ഖുറാനും ഹദീസും വെച്ച് മാത്രമേ സംസാരിക്കാവൂ. ഖുറാനും ഹദീസും വെച്ച അടിമത്തം അനുവദനീയമാണ്, ഹലാലാണ്, ഉണ്ട്, മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ട്. അല്ല ഭായി, ഞാൻ പറഞ്ഞില്ലേ, അത് ആ അല്ല, കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ ആവശ്യമായിരുന്നു. ആ അടിമത്തം എന്തിനാണ് അടിമത്തം മോചനം മുഹമ്മദ് നബി പ്രോത്സാഹിപ്പിച്ചത്? അതിനെ ഒഴിവാക്കണം മാക്സിമം. പക്ഷേ ജനങ്ങൾ തെറ്റാണോ? അടിമത്തം തെറ്റാണെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണോ? തെറ്റാണെന്നുള്ള ആ കാലഘട്ടത്തിൽ അത് അങ്ങനെ നിങ്ങളെ ചെയ്താൽ അഭിപ്രായത്തില് തെറ്റാണ്. ഇവിടെ മദ്യവിരുദ്ധ സമിതിയോ അല്ലെങ്കിൽ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു പടയണി രൂപീകരിക്കുകയും ആ ആ മയക്കുമരുന്ന് വിരുദ്ധ സമിതിയുടെ നേതാവ് ഏഹ് ആ ആ ആ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം എന്താ? അത് തെറ്റാണ്. ആ വ്യക്തി ചെയ്യുന്നത് അതേ തെറ്റാണ്. തെറ്റാണ് മുഹമ്മദ് നബി ചെയ്തത്. അല്ല, അടിമത്തം കാരണം ആ മോചിപ്പിക്കാൻ കാലഘട്ടത്തിൽ വേണ്ടിയിട്ട്, അതെ. അടിമത്തം തെറ്റാണെന്ന് പറയുകയും മോചിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത ആള് തൗഹീദിന് പകരം സമ്മാനമായിട്ട് വരെ സ്വീകരിച്ചിട്ടുണ്ട് സ്ത്രീ ശരീരം. നിങ്ങൾ ആ വിഷയം എടുത്ത് എന്തുകൊണ്ടാന്നറിയാം? സ്ത്രീ അടിമകളെ മൊത്തം ശരീരം സ്വതന്ത്രമാക്കിയാൽ അവര് അല്ല, പട്ടിണി അത് കിടക്കും ഭായി. നിങ്ങൾക്കത് ചെയ്യാം. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിക്കാനും അങ്ങനെ ന്യായീകരിക്കാനൊക്കെ കഴിയും. എനിക്ക് കഴിയില്ല എന്നാ പറഞ്ഞേ. ഇത് ന്യായീകരണമാണോ? ആണ്. ആ കാലത്ത് ആണ്. നടപ്പ് പക്ഷം അതാ. അല്ല, നടപ്പ് ഇത് പക്ഷം ക്ലിയർ ആയിട്ടുള്ള അടിമകളെ പട്ടിണി കിടന്ന് ന്യായീകരണമാണ്. മരിച്ചു പോകുന്ന അവസ്ഥ വരും ഭായി. ഇത് ക്ലിയർ ആയിട്ടുള്ള ന്യായീകരണമാണ്. പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരെ അല്ല, ആ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇല്ല, ഒരാളെ സ്വതന്ത്രമായി പോലും അങ്ങനെ ചെയ്തില്ല. നിങ്ങളത് പറയുന്നത് വ്യക്തമായ തെളിവ് തൊഴിലെടുത്ത് തന്നില്ല. ജീവിച്ചിരുന്ന ഹദീസ് പറ. തൊഴിലെടുത്ത് ജീവിച്ചിരുന്ന ആ നിരവധി ഗോത്രങ്ങളെയാണ് മുഹമ്മദ് നബി അടിമകളാക്കി ഇല്ല, പിടിച്ചത്. അങ്ങനെ ചെയ്താൽ ഒരു തെളിവ് പോലും നിങ്ങൾ നിങ്ങൾ തെളിവ് തരാമെന്ന് ഹദീസ് പറഞ്ഞതാ. പരിശോധിക്ക് സുഹൃത്തെ. ഏ നിങ്ങൾക്ക് ഞാൻ ഓരോരോ തെളിവ് എടുത്തു തരണോ? വേണ്ട, നിങ്ങൾ പറഞ്ഞ ഒന്നിനും തെളിവ് വന്നില്ല. ഏതിനെ തെളിവ് ഒന്നിനും തരാത്ത ഇതിന് നിങ്ങള്? തെളിവ് വന്നില്ല. ഏത് സ്വയംഭോഗം ഹറാമാണ്, തെളിവ് വന്നില്ല. പറഞ്ഞോളൂ. ബനു ഖുറൈള ഹദീസ് ആര് റിപ്പോർട്ട് ചെയ്ത് അത് പറ. എത്ര ഹദീസ് ബനു കുറയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് അതിന്റെ റിപ്പോർട്ടും റെഫറൻസ് ഒക്കെ എടുത്തു തരണം. ബനു കുറയില എന്ന് ഏറ്റവും തരണം ഭായി. വിഖ്യാതമായിട്ടുള്ള. എന്തിനാ തരുന്നത്? നിങ്ങൾ നോക്ക്. നിങ്ങൾ ശ്ശേ, എന്താ ന്യായീകരിക്കുമ്പോഴൊക്കെ ഭായി ഇത്? പഠിച്ചിട്ട് നിങ്ങൾ വേണ്ട തെളിവ് തരാൻ ന്യായീകരിക്കാൻ. സി കഴിയാത്തൊരു കാര്യം സത്യമല്ലെന്നല്ലേ അർത്ഥം? അല്ല, നിങ്ങൾ ന്യായീകരിക്കുന്ന ആള് ഈ തെളിവുകൾ പരിശോധിച്ചിട്ടുണ്ടാവണ്ടേ? നിങ്ങൾ ബനു കുറയിലുള്ള സംഭവം പരിശോധിച്ചിട്ടുണ്ടോ? കാരണം അങ്ങനെ നബിയുടെ ഭാഗത്ത് ഒരു അനീതിയും വരില്ല ഭായി. വരില്ല എന്നുള്ള നിങ്ങളുടെ ആഗ്രഹ ചിന്ത. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഖുർആൻ തെളിവ് പറയുന്നില്ലേ? എന്താ തെളിവ്? ഖുർആൻ അല്ലയോ പ്രവാചകനെ നിലനാം അയച്ചിട്ടില്ല സർവ്വ ലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ. അനുഗ്രഹമായിട്ടല്ലാതെ. അപ്പൊ പ്രവാചകൻ എല്ലാവർക്കും അനുഗ്രഹമായിട്ടാണ് വന്നത്. മുഹമ്മദ് നബിക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളിൽ മുഹമ്മദ് നബിക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ രണ്ടെണ്ണം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഏതാ? ഒന്ന്, മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോഴത്തേക്ക് 30 ദിവസത്തെ വഴിദൂരമുള്ള മനുഷ്യർ ഭയചകിതരാകുമായിരുന്നു എന്നുള്ളതാണ് അള്ളാഹ് കൊടുത്ത അനുഗ്രഹം ഞാൻ ഒന്ന്. എവിടെയും കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടില്ല, അതാണ് നിങ്ങളെ പ്രശ്നം. അതാ ഇല്ലാത്ത ഹദീസാണ്. ഇല്ലാത്തതല്ല, ഇതൊക്കെ അതൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ ഇല്ല ഉള്ളതും. ഭായി. നിങ്ങൾ ഞാൻ ഹദീസ് പറയട്ടെ, ഗ്രന്ഥങ്ങൾ, നിങ്ങൾ ഏതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ട്? റിയാക്കത്തെ ഒരു മിനിറ്റ് സാവകാശം താ, ഞാൻ നിങ്ങൾ പറയട്ടെ. പറയൂ, ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം, യുദ്ധമുതലുകളിൽ, അതായത് ഗനീമത്ത് എന്ന് പറഞ്ഞ അവകാശം. അതുകൊണ്ട് ആ, കാരണം ശത്രുക്കൾ ഉപയോഗിച്ചു പോയ മുഹമ്മദ് മുതലുകള് നബിക്ക് എടുക്കാൻ ഉപേക്ഷിച്ചു പോയതല്ല, ഇതുണ്ട്. ഏഹ് സമ്പത്ത് ലാക്കാക്കിയിട്ട് അക്രമത്തിന് പുറപ്പെടുക. ഇല്ലില്ല, അങ്ങനെ ചെയ്തിട്ടേ ഇല്ലേ പ്രവാചകൻ. ബദർ, നിങ്ങളല്ലേ ബദർ 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 സംസാരിക്കുന്ന? എന്തുവാണ്? സമ്പത്തിന് വേണ്ടിയാണോ? അതൊക്കെ ആണ്. വലിയ തെറ്റില്ലേ ബായി? എന്ത് തെറ്റ്? നിങ്ങൾ ബദർ പറയും. ബദർ യുദ്ധമൊക്കെ നടന്നത് ഇസ്ലാമിന് വേണ്ടി അല്ല, ജീവിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയിൽ അല്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ അല്ല, പറ്റുന്ന സാധനം. ഏഹ് അല്ല. അതാ ആണ്. പറഞ്ഞത്. നിങ്ങൾ അല്ലെന്ന് നമ്മളൊക്കെ എങ്ങനെ പറയുന്നു ബായി? ഇത് എന്തൊരു നിങ്ങളിത് എവിടെ കഷ്ടം. നിന്ന് എടുത്തിട്ടാണ് പറയണെന്ന് പറഞ്ഞു. നിങ്ങൾ ചരിത്രം നിങ്ങൾ എവിടെ നിന്ന് ബദർ എടുക്കണം പറ. ഒരു മിനിറ്റ്. നിങ്ങൾ ബദർ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ബദർ യുദ്ധത്തെ പറ്റി കേട്ടുള്ള ഒരുപാട്. കേട്ടിട്ടുള്ളതല്ല, വായിച്ചിട്ടുണ്ടോ? ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുണ്ടോ? ഈ കേട്ടതിനൊക്കെ വായിച്ചുള്ളവരെ പറയുന്നത്. കേട്ടതല്ലാന്ന് ഞാൻ ചോദിച്ചത്. മുസ്ലിം സമൂഹം ഇസ്ലാമിക ചരിത്രം എഴുതി വെച്ചിട്ടുള്ള, മുഹമ്മദ് നബിയുടെ ചരിത്രം എഴുതി വെച്ചിട്ടുള്ള ചരിത്രം ഞാൻ ചരിത്ര ആദ്യമേ ഗ്രന്ഥങ്ങൾ പറയും, ഒട്ടും എടുക്കത്തില്ല. വായിച്ചിട്ടുണ്ടോ? ചരിത്രം എടുക്കത്തേ ഇല്ല. ചരിത്രം എടുക്കാതെ പിന്നെ നിങ്ങൾ എങ്ങനെ, ഒരു മിനിറ്റ്, ചരിത്ര ഗ്രന്ഥങ്ങൾ എടുക്കാതെ നിങ്ങൾ എങ്ങനെ മുഹമ്മദ് നബിയുടെ ചരിത്രം പഠിക്കുക? പഠിക്കുന്ന ഹദീസ് പഠിക്കും. എങ്ങനെ? ഹദീസ് നോക്കും. എങ്ങനെ? റിപ്പോർട്ട് സയ്യ ഹദീസ് നോക്കും. എങ്ങനെ? നിങ്ങളൊന്ന് പറഞ്ഞു. സയ്യ ഹദീസിൽ പറയൂല പ്രവാചകൻ യുദ്ധത്തിൽ എങ്ങനെ? പങ്കെടുത്തു, ഇന്ന യുദ്ധത്തില് പങ്കെടുത്തില്ല, ഇതൊക്കെ ഹദീസുകളുണ്ടല്ലോ. നല്ല സയ്യ ഹദീസുകൾ ഒരുപാടുണ്ട്. അതീന്ന് ചരിത്രം മനസ്സിലാക്കി എടുക്കുന്നത്. എങ്ങനെ? ചരിത്രം ഇറക്കുന്ന പലർക്കും ഇറക്കാം. ശരി, നിങ്ങൾ ഹദീസിൽ ബദർ വിശദീകരിക്കുന്ന ഹദീസ് എന്ന് പറഞ്ഞു.
അപ്പൊ ഹദീസ് ഗ്രന്ഥം ഇപ്പൊ എടുത്തുകൂടെ പറയാം ബദറിനെ പറ്റി. ബദറിന്റെ ഞങ്ങൾ ഹദീസ് ആ പറയും. ബാബു നിങ്ങൾ നോക്കിയിട്ട് ഹദീസ് പറയാം. ഏതെങ്കിലും ഹദീസിൽ നിന്ന് ബദറിന്റെ ചരിത്രം വായിച്ചിട്ടുണ്ടോ? ബദറിനെ പറ്റി ഹദീസുകൾ ഒരുപാടുണ്ടല്ലോ. അതെ, ബദറിനെ പറ്റി വായിച്ചിട്ടുണ്ടോ? ആ അതെ, ചരിത്രം എഴുതി വിടുന്നതാണ് കറക്റ്റ്. അത് ഓരോരുത്തരുടെ ഭാവന അനുസരിച്ച് എന്തൊരു അവരുടെ കഷ്ടം. താല്പര്യം ഇത്രയും ചരിത്രങ്ങൾ വന്നിരിക്കുന്നത്. ബദർ യുദ്ധത്തിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ബദർ ചരിത്രം വായിച്ചിട്ടുണ്ട്. ചരിത്രമല്ല ഹദീസ് ഹദീസിൽ നിന്ന് മനസ്സിലാക്കി. വായിച്ചിട്ടുണ്ടോ? ഹദീസിൽ നിന്ന് വായിച്ചിട്ടുണ്ടോ? ഹദീസ് വായിച്ചിട്ടുണ്ട്. ബദർ യുദ്ധത്തിന് എന്തായിരുന്നു അവസാന ബദർ യുദ്ധം? നിമിഷത്തിൽ എന്തായിരുന്നു ബദർ നബി യുദ്ധം? ദുആ ചെയ്തു. നബിയെ ഏത് അങ്ങ് വെറുതെ പറഞ്ഞ പോലെ അള്ളാഹു ഹദീസ് പറയണം. വെറുതെ പറഞ്ഞ പോലെ ഹദീസ് പറയണം. ഹദീസ ബദർ യുദ്ധത്തിന്റെ ഹദീസ. നബി അള്ളാഹു ഈ ചെറിയ സംഘത്തിനെ സഹായിച്ചില്ലെങ്കിൽ നിന്നെ മാത്രം ഏത് ചെറിയ സംഘം? ഉണ്ടാവില്ല, ഏത് അതുകൊണ്ട് ചെറിയ ഞങ്ങളെ സംഘം? സഹായിക്കണേ എന്ന് നബി കരഞ്ഞു പിടിച്ച് ദുആ ഈ ചെയ്തു. ഏത് ചെറിയ അള്ളാഹുവിനോട്. സംഘം? ഏത് ചെറിയ സംഘം? ഏ ഏത് ചെറിയ സംഘം? നബിയുടെ ചെറിയ സംഘം. ഈ ചെറിയ സംഘത്തെ ഏതാണ് ചെറിയ സംഘം? പറയൂ. നബിയുടെ സംഘം, നബിയും വളരെ തുച്ഛമായ ആൾക്കാരും. എത്ര പേര്? 313 പേര്. ഇന്ന് 313 അഭിപ്രായം ഉണ്ടോ? ഒരഭിപ്രായം. അപ്പൊ നിങ്ങള് തെളിവ് വായിച്ചത് പറയൂ സുഹൃത്തെ. 313 പേര് എത്ര എണ്ണത്തെ പറ്റി 313 പേരാണെന്ന് അഭിപ്രായമുണ്ട്. ആ 313 ചെറിയ സംഘം ഈ 313 ചെറിയ പേരുള്ള സംഘത്തെ സംഘം, സഹായിച്ചില്ലെങ്കിൽ ഈ 313 പേരടങ്ങുന്ന സംഘം എങ്ങോട്ടാണ് പോയത്? ആയിരക്കണക്കിന് വരുന്ന എവിടുന്ന് നിങ്ങൾക്ക് കിട്ടിയ ചരിത്രം? കാഫിരിങ്ങളോട്. ആ ഹദീസ് ഒന്ന് പറഞ്ഞേ. ആ ഹദീസ് ഒന്നു പറഞ്ഞേ. ഹദീസിന് ഇപ്പൊ എടുക്കണം ഹദീസുകൾ. പറയണം. ഹദീസ് നമ്പർ സഹിതം പറഞ്ഞുതരാം. പറയൂ. കാരണം ഞാൻ കൂടുതൽ ഹദീസും ഖുർആനും ഒക്കെ ഒരുപാട് ഇങ്ങനെ റെഫർ ചെയ്ത് വെക്കുന്ന ആളല്ലല്ലോ, അത്രയല്ലോ. നമുക്ക് ജീവിതപരമായ ഒരു ബിസിനസ്സും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആവശ്യമുള്ള ഇതെല്ലാം എടുക്കാം, അതെടുത്ത് തരുകയും ചെയ്യാം. എടുക്കണം. എടുത്ത് അപ്പൊ അതിന് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇല്ലാക്കത്ത് പറഞ്ഞ അടിമ സ്ത്രീയെ യജമാന് കൊല്ലാൻ അർഹതയുണ്ടെന്ന് അതിനൊരു ഹദീസ് നിങ്ങൾ കൊണ്ടുവന്നു. ആ ഹദീസ് എന്താണ്? എത്രയോ വലിയ തെറ്റാണ് നിങ്ങളുടെ അപ്പം കൊണ്ടിരിക്കുന്നത്. കാരണം ആ വ്യക്തി അതിൽ 2 കുട്ടികളുണ്ടെന്ന് പറയുന്നത്. ഒരു കുട്ടി ഉണ്ടായാൽ തന്നെ അടിമസ്ത്രീ അദ്ദേഹം വിവാഹം ചെയ്യണം. അപ്പൊ അടിമസ്ത്രീ പദം മാറി. പിന്നെ ആ കുട്ടി ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടീനെ ഉമ്മാനെ അയാൾ വിവാഹം ചെയ്യണോ? യജമാൻ വിവാഹം കഴിക്കണം. എവിടുന്ന കിട്ടി നിങ്ങൾക്ക്? അങ്ങനെ അടിമ സമ്പ്രദായം അങ്ങനെ എവിടുന്ന കിട്ടിയത്? നിങ്ങൾ കിട്ടുന്ന ഇൻഫർമേഷൻ ആണ് സുഹൃത്തെ. എവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ് അത്? അങ്ങനെ ഹദീസ് ഏത് ഹദീസ്? അത് ഞാൻ എടുത്തു തരാം. നിങ്ങൾ ഏതെങ്കിലും ഇന്ന് വരെ ഞാൻ പറഞ്ഞ കാര്യം ഹദീസ് നിങ്ങൾക്ക് വായിച്ചു തരാണ് ചെയ്തത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ആ സംഭവത്തെ തെറ്റ് നോക്ക്. അടിമസ്ത്രീയിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ സ്ത്രീ വിവാഹം കഴിക്കണം. ഒരു മിനിറ്റ്, ഭാര്യയാണ് വെട്ടിക്കുന്നത്. ഒരു മിനിറ്റ്. അടിമ സ്ത്രീയിൽ ഉടമസ്ഥൻ ഒരു കുഞ്ഞ് ജനിച്ചാൽ അയാളെ ആ സ്ത്രീയെ വിവാഹം കഴിക്കണം ഉടമസ്ഥൻ, അല്ലെ? അതിന്റെ തെളിവ് മാത്രം തന്നാൽ മതി. നിങ്ങളത് എടുത്തു തരുന്ന അന്ന് ഷഹാദത്ത് കലിമയാണ്. അതെടുത്തിട്ടോ നമുക്കിത് നമ്മൾ വെറുതെ വായുവിൽ വെടിവെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അതിന്റെ തെളിവ് നിങ്ങൾ പറഞ്ഞ ഹദീസ് തന്നെ കിടക്കുന്ന ഇല്ല. അടിമസ്ത്രീ ആയിരുന്നു, അത് 2 കുട്ടികളുണ്ടായിരുന്നു പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് ഭാര്യയായി കഴിഞ്ഞു. ആ ഭാര്യ അങ്ങനെയല്ലല്ലോ. നോക്കേണ്ട പോലും കാര്യം എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ അറിയോ? ഞാൻ ഇസ്ലാം വിമർശനം നിർത്തും, ഞാൻ ഷഹാദത്ത് കലിമയും ചൊല്ലും. ഒരു അടിമ സ്ത്രീക്ക് ഒരു കുട്ടി ഉണ്ടായാൽ, ഉടമസ്ഥൻ ഒരു കുട്ടി ജനിച്ചാൽ ആ അടിമ സ്ത്രീയെ ഉടമസ്ഥൻ വിവാഹം കഴിക്കണം എന്ന നിയമം ഖുർആനെന്നോ ഹദീസെന്നോ പോട്ടെ, നിങ്ങൾ ഫിഖ് എന്നെങ്കിലും കൊണ്ടു തന്നാൽ മതി. അതെടുത്തു തന്നാല് ഷഹാദത്ത് കലിമയല്ലോ. ഇല്ലെങ്കിൽ അടിമത്തം പറഞ്ഞിട്ട് ഇനി എന്നെ വിളിക്കും ചെയ്ത്. എന്താ നമ്മൾ സംസാരിക്കാലോ? ഒരു കാര്യത്തിൽ നമ്മൾ ആശയം സംസാരിക്കുമ്പോ സുഹൃത്തെ അതിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കണം. ഒരു തെളിവില്ലാത്ത നിങ്ങളുടെ സങ്കല്പാണ്. അതല്ല, എത്ര സമയം വേണം ഇതിന്റെ തെളിവ് തരാൻ? ഒരു അടിമ സ്ത്രീയിൽ ഒരു ഉടമസ്ഥന് ഒരു കുട്ടി ഉണ്ടായാൽ ആ അടിമ സ്ത്രീയെ ഉടമസ്ഥൻ വിവാഹം കഴിക്കണം എന്ന ഇസ്ലാമിക നിയമത്തിന്റെ തെളിവ് നിങ്ങൾക്ക് എപ്പോ തരാൻ പറ്റും? നോമ്പ് കഴിഞ്ഞേ പറ്റത്തുള്ളൂ. നോമ്പ് കഴിഞ്ഞേ പറ്റത്തുള്ളൂ. ശരി, നോമ്പ് കഴിഞ്ഞിട്ട് നിങ്ങളെ തെളിവൊക്കെ എടുത്തിട്ട് വിളിക്കും. എനിക്ക് പണിയുണ്ട്, മാർച്ചാണ്. അപ്പൊ ഞാൻ നല്ല പണിയിലാണ്. ഞാൻ കുറെ പണികൾ ചെയ്യുന്ന ആളാണ്. പറയുന്നത് പേന കണ്ടുപിടിച്ചിട്ടില്ല, എഴുതാൻ സംവിധാനം വേറെ കഥകളല്ലേ. നമ്മൾ ഇതോടുകൂടി എല്ലാം അവസാനിക്കൂലേ? ഇതോടുകൂടി എല്ലാം അവസാനിക്കൂലേ? പിന്നെ നമുക്ക് വേറെ ഒന്നും പറയേണ്ടി പോലും ആവശ്യമില്ലല്ലോ. പിന്നെന്താ? നിങ്ങൾ ഇതിന് തെളിവുകൊണ്ട് എടുത്തോടുന്നാ മതി. ഞാൻ വിമർശനം തന്നെ നിർത്തും. പിന്നെ നമ്മള് വേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട പോലും ആവശ്യം വരില്ല. ഇല്ല.
അപ്പൊ ശരി. അപ്പൊ നിങ്ങൾ നോമ്പ് ശരി. കഴിഞ്ഞിട്ട് അതുമായിട്ട് വരി. ഓക്കെ ഓക്കെ. ഓക്കെ.